അതെ, ഒന്നും ഷൂട്ടിംഗ് പെർമിഷൻ ഇല്ല. പിന്നെ ഇപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടൊരു പെർമിഷൻ സംഘടിപ്പിച്ചാൽ പോലും പൃഥ്വിരാജ് കുമാറിനെയും ബേസിൽ ജോസഫിനെയും ഇല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആർട്ടിസ്റ്റുകളൊക്കെ ഞാൻ അവിടെ കൊണ്ട് ഒരു 10-30 ആർട്ടിസ്റ്റുകളെ കൊണ്ട് 24 ദിവസം എനിക്ക് അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തായാലും അത് ഡിസ്റ്റർബൻസ് ആവും അവർക്ക്. പിന്നെ എന്തായാലും നമ്മൾ ഷൂട്ട് നടക്കത്തില്ല കൃത്യമായിട്ട്. അപ്പം നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാനേ പോയിട്ടില്ല, അതിനകത്ത് നടക്കില്ല. അപ്പോൾ നമ്മൾ പെർമിഷൻ എടുത്തിട്ട് അതിൻ്റെ സെറ്റ് ഇടുക എന്നുള്ളൊരു ഒറ്റ ഓപ്ഷൻ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല, സുനിൽ കുമാരൻ എന്ന് പറഞ്ഞ ഒരാളാണ് ഡയറക്ടർ. പുള്ളിയുടെ തുടക്ക സിനിമകളിലൊന്നാണ്. അപ്പം അദ്ദേഹം വളരെ നന്നായിട്ട് അത് കൈകാര്യം ചെയ്തു. നന്നായിട്ട് നമുക്ക് എക്സാക്റ്റ് ഗുരുവരമ്പലം ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള സെറ്റ് റീക്രിയേറ്റ് ചെയ്തു. അത് സെറ്റെന്ന് പറയാൻ പറ്റില്ല, റീക്രിയേറ്റ് ചെയ്യുക ചെയ്തത് പുള്ളി. സെയിം സൈസിൽ സെയിം സ്ട്രെങ്തനിങ് ഉണ്ടായിരുന്നു. നമുക്ക് ലൈറ്റ് കയറ്റണം, ഇത്രയും പേർക്ക് ഇതിനകത്ത് നിൽക്കണം. അപ്പം ഏതാണ്ട് സെറ്റെന്ന് പറയാൻ പറ്റില്ല, അത് ഒറിജിനൽ പോലെ ബിൽഡ് ചെയ്തെടുത്തു പുള്ളി. അപ്പം അത് പൊളിക്കാൻ തന്നെ 2 മാസം എടുത്തു ബേസിക്കലി. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവുമല്ലോ അത് എത്രത്തോളം സ്ട്രോങ് ആയിരുന്നു. അപ്പം അത് നമുക്കൊരു ചലഞ്ചായിരുന്നു. നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ ഇത് എങ്ങനെയാവും, എന്താവും, സെറ്റിട്ട് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഉന്മേഷമോ അല്ലെങ്കിൽ ഇത് സിനിമ വലുതായെന്ന് ഫീൽ ചെയ്യുന്നത് ആ ദിവസങ്ങളിലാണ്. അപ്പം അതിൻ്റെ ക്രെഡിറ്റ് മൊത്തം എൻ്റെ ആർട്ട് ഡയറക്ടറുകളാണ്. ആ ടൈമിലുള്ളൊരു ഇതെങ്ങനെയായിരുന്നു? ഈ ക്രൗഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. ഗുരുവായൂരപ്പോൾ നമ്മൾ എപ്പോൾ പോയാലും ഭയങ്കരമായിട്ട് ക്രൗഡ് ഉള്ളൊരു സംഗതിയാണ്. അതിൻ്റെ ഉള്ളിലാണ് ഈ ക്ലൈമാക്സ് പോർഷൻസ് ഈ പറഞ്ഞ 24 ദിവസം. അപ്പോൾ അതിൻ്റെ കോസ്റ്റ് എത്രയാണെന്നൊക്കെ പറയാൻ കഴിയുമോ? കോസ്റ്റ് പ്രൊഡ്യൂസർ പറയുന്നത് ക്രൗഡ് നമുക്കൊരു 10,000-1500 പേരിൽ പുറത്ത് എല്ലാ ദിവസവും ഉണ്ടായിരുന്നു. ഒരു 10-24 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 24 ദിവസം ഈ ക്രൗഡ് മാനേജ് ചെയ്യാൻ തന്നെ ഒരു ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. അവർക്കുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാൻ ഡയറക്ഷൻ ടീം ഉണ്ടായിരുന്നു. പിന്നെ അവരെ ടേക്ക് കെയർ ചെയ്ത രീതി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. P4-ഉം പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും ഞാനതിൽ ഭയങ്കരമായിട്ട് അഭിമാനിക്കുന്നുണ്ട്. അവർ ജൂനിയേഴ്സിനെ ട്രീറ്റ് ചെയ്ത രീതി, അവർക്ക് ഉണ്ടായിരുന്ന ഫുഡ്, എല്ലാ ദിവസവും ഞങ്ങളെക്കാളുള്ള ഫുഡ് അവർക്കാണ് കിട്ടിക്കൊണ്ട്. അവർക്ക് സെപ്പറേറ്റ് കേറ്ററിംഗ് സർവീസിൽ നിന്നുള്ള നോൺ വെജ് ഫുഡുള്ള നല്ല ഫുഡും എല്ലാം അവർക്ക് കൊടുത്തായിരുന്നു. പ്ലസ് അവർക്കുള്ള ടോയ്ലറ്റ് സർവീസുകൾ, അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. ഈ ടോയ്ലറ്റ്സ് ഉണ്ടാക്കി കൗണ്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും ടോയ്ലറ്റ്സ് ഉണ്ടാക്കി. പിന്നെ അവർക്ക് വിശ്രമിക്കാൻ സ്പേസ്, ഫാനൊക്കെ വെച്ചിട്ട് അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് കെയർ ചെയ്തോന്നും എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് എല്ലാ സിനിമയിലും സാധ്യമല്ല. പക്ഷെ അതിന് വേണ്ടി തന്നെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഈ ജൂനിയേഴ്സിനെ ഹാൻഡിൽ ചെയ്യാനും അവരെ കെയർ ചെയ്യാനും അവർക്ക് കൊണ്ട് കാര്യങ്ങൾ എത്തിക്കാനും ഒക്കെ ആയിട്ട് E4-ൻ്റെ സൈഡിൽ നിന്നും പൃഥ്വിരാജ് പ്രൊഡക്ഷൻ്റെ സൈഡിൽ നിന്നൊരു ടീം തന്നെ ഉണ്ടായിരുന്നു. ഒരു ജൂനിയേഴ്സിനെ കോർഡിനേറ്റ് ചെയ്യാൻ. അതൊരു വലിയ ഭയങ്കര ഒരു പ്ലാനായിട്ട് തോന്നി. അതൊരു സിസ്റ്റമാറ്റിക് ചെയ്യുന്നതിൻ്റെ ഒരു എവിഡൻസ് ആയിട്ട് എനിക്ക് തോന്നുന്നു. അത് എല്ലാ സിനിമയിലും ഇത്രയും ക്രൗഡ് ഉണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അടുത്ത സിനിമകളിലും എല്ലാവർക്കും അപ്ലൈ ആവുന്ന ഒരു പരിപാടിയായിട്ട് മാറി. അതൊരു എക്സാമ്പിളായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അത് ഭയങ്കര നല്ലൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അപ്പം ആ ക്രൗഡിനെ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് കുറച്ച് ഈസി ആയിരുന്നു. കാര്യം അവർ വരുന്നത് തന്നെ ഇങ്ങനെ ട്രീറ്റ് ചെയ്തിട്ടാണ് വരുന്ന ആൾക്കാർ നമ്മുടെ ടീമിൻ്റെ. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ടായി എനിക്ക്. അപ്പം ഈ പറഞ്ഞ ക്രൗഡും അതിനകത്ത് സഹകരിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം.